ഹായ് ഹലോ വെൽക്കം ദ ഫുഡ് ട്രക്ക് മലബാർ. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന നല്ല പുറമേലെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റായ നല്ല മുരിഞ്ഞ ഉഴുന്ന് വടൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം. ആദ്യം തന്നെ ഞാനിവിടെ 2 കപ്പ് ഉഴുന്ന് വെള്ളത്തിൽ 2 മണിക്കൂർ നേരം സോക്ക് ചെയ്യാൻ വെച്ചു. 2 മണിക്കൂർ സോക്കായതിന് ശേഷം വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്ത് ഒരു മിക്സീൻ്റെ ചെറിയ ജാറിലേക്ക് ബാച്ചായി ഇങ്ങനെ വെള്ളം കുറച്ച് 1 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചിട്ട് നല്ലോണം അടിച്ചെടുക്കുക. ഉഴുന്നുവടൻ്റെ മാവ് കറക്റ്റ് ടെക്സ്ചറാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് കുറച്ച് മാവ് അതിലിട്ടാൽ അതിങ്ങനെ പൊന്തി നിൽക്കുകയാണെങ്കിൽ അത് കറക്റ്റാണ്. അപ്പോൾ നമ്മളെ മാവിലേക്ക് 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഇങ്ങനെ കുഴച്ചെടുക്കുക. എന്നിട്ട് ഒരു 4 മണിക്കൂറെങ്കിലും മിനിമം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. 4 മണിക്കൂർ കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ടെക്സ്ചറിലാണ് ഉണ്ടാവുക. ഉള്ളി, ചതച്ച കുരുമുളക്, ഇഞ്ചി, കറിവേപ്പില എല്ലാം ചേർത്തിട്ട് നല്ലോണം കൈ വെച്ചിട്ട് വീണ്ടും നല്ലോണം കുഴച്ചെടുക്കുക. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/4 ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടി, ഇത് ഓപ്ഷണലാണ്, ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഇങ്ങനെ മാറ്റി വെക്കുക. ഉഴുന്നുവട ഉണ്ടാക്കുന്ന സമയത്ത് നല്ല കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചായത്തരിപ്പ് ഒന്ന് ജസ്റ്റ് വെള്ളത്തിൽ മുക്കിയിട്ട് കൈ ഒന്ന് നനച്ച് മാവ് ഇങ്ങനെ കയ്യിലെടുത്ത് ഉരുട്ടിയതിന് ശേഷം ഇതിൻ്റെ മേലെ വെച്ച് നല്ലോണം നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഉഴുന്നുവടക്ക് നല്ലൊരു കറക്റ്റ് ഷേപ്പ് കിട്ടും. എന്നിട്ട് നല്ലോണം ഓയിലിൽ പൊരിക്കുക. ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ച് ഉള്ളിൽ നല്ലോണം വേവാൻ വേണ്ടിയിട്ട് മറിച്ചും തിരിച്ചും ഇട്ടിട്ട് നല്ലോണം കോരിയെടുക്കുക. അപ്പോൾ നമ്മൾ ക്രിസ്പി ആൻഡ് സോഫ്റ്റായ ഉഴുന്നുവട ഇവിടെ റെഡിയായി കഴിഞ്ഞു. പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായ ഈ ഉഴുന്നുവട കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.